أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനുഗ്രഹീതരായ പണ്ഡിത നായകന്മാർ, ഈ വേദിയിൽ ആസനസ്ഥരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പോഷക ഘടകങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, ഈ മഹത്തായ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത മംഗലാപുരത്തെയും പരിസര പ്രദേശത്തെയും ദക്ഷിണ കന്നഡയിൽ സമസ്തയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തകരെ, നേതാക്കളെ, വളരെയേറെ വൈകിയും നമ്മുടെ ഈ മഹാസമ്മേളനത്തെ ധന്യമാക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ, നേരത്തെ ഇവിടെ ആദരിച്ച ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി, അബൂക്കർ ഹാജി തുടങ്ങി ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിൽ അധ്വാനിക്കുന്നവരുമായ ഒട്ടനവധി ആളുകളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ മഹാസമ്മേളനം. അവർക്കൊക്കെ അള്ളാഹു അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഈ പുരുഷാരത്തെ കാണുമ്പോൾ അത്ഭുതത്തോടുകൂടിയാണ് മഹാന്മാരായ നേതാക്കൾ വേദിയിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. കോഴിക്കോട്ടും മലപ്പുറത്തും കാണുന്നതിനേക്കാൾ ഉപരിയായ ആവേശം മംഗലാപുരത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പോലും കടത്തിവെട്ടിക്കൊണ്ട് സമസ്തയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു പടയണി, സമസ്ത കേരള എന്ന വാക്കിനെ അപ്രസക്തമാക്കിക്കൊണ്ട് സമസ്തയുടെ സന്ദേശം നാട് മുഴുക്ക വ്യാപിക്കുന്ന ഒരു സമൂഹം പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഓർത്തു പോകുന്നു, SYSന്റെ മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞു, പ്രഖ്യാപന സമ്മേളനം തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മഹാസമ്മേളനം എങ്ങനെയായിരിക്കും എന്ന്. വേദിയിൽ വെച്ച് പല നേതാക്കളും അത് അനുസ്മരിച്ചു. ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ബീച്ചിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ജനസഞ്ചയം ഒഴുകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് ഇതിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാന്മാരായ നേതാക്കൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെ മുഴുവനും ആലപ്പുഴയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു സമ്മേളനത്തോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കരുത്. ഇത് കേവലം ഒരു നാന്ദി മാത്രമാണ്. ഇത്രയും ആളുകൾ ഇവിടെ കൂടി സമ്മേളനം വിജയിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് പോയി വിശ്രമിക്കേണ്ടവരല്ല. കേവലം ഇത് സമ്മേളനത്തിന്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളും നെഞ്ചേറ്റേണ്ടവരാണ് നിങ്ങൾ എന്ന് ആമുഖമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സമ്മേളനം അല്ലാഹു ഒരു ചരിത്ര വിജയമാക്കി തെരുമാറാവട്ടെ. ഈ സമൂഹത്തിൽ 90 വർഷക്കാലം പ്രവർത്തിച്ച മഹിതമായ ആദർശപ്രസ്ഥാനം എന്തു ചെയ്തു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ എന്ന് നോക്കിക്കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ സമൂഹത്തിന് കൃത്യമായ അവസരം ഇവിടെ ലഭ്യമായിട്ടുണ്ട്. കൂട്ടത്തിൽ ആമുഖമായി തന്നെ ഒരു കാര്യം പറയട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് സമർപ്പിച്ച പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ ഏറ്റെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് അതിന്റെ മദ്രസ പ്രസ്ഥാനം. ഈ കർണാടകയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടൊരു കൂട്ടർ ഈ അടുത്ത കാലത്ത് കോടതിയിൽ വ്യവഹാരം നടത്തി. അവർ കോടതിയിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് മദ്രസകൾ തീവ്രവാദം പ്രകടിപ്പിക്കുന്നു, തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നാണ്. തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന മദ്രസയെക്കുറിച്ച് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളോടും അതിന്റെ പ്രവർത്തകരോടുമുള്ള വിദ്വേഷമാണെങ്കിൽ സത്യത്തിൽ മതത്തിന്റെ പ്രവർത്തനത്തെ പാരവെക്കുന്ന ഏർപ്പാടാണ് അവർ ചെയ്തത്. ഈ ദീനിനോടും ഈ സമൂഹത്തോടും ചില്ലറ കടപ്പാടുണ്ടെങ്കിൽ അത്തരമൊരു വ്യവഹാരം കോടതിയിൽ നടത്താൻ അവർ തയ്യാറാകുമോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആഗോളതലത്തിൽ നിന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദമാണ്. മുസ്ലിം സമൂഹം ഒരിക്കലും, മുസ്ലിം നായകന്മാരും മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിന്റെ ആധികാരിക രേഖകളും ഒരു കാരണവശാലും തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല, തള്ളിപ്പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സമുദായത്തിലെ ആധികാരിക പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് അത്തരം വാദഗതികൾ കോടതിയിൽ ഉന്നയിച്ച ആളുകൾ മനസ്സിലാക്കണം. ആരാണത് കൊടുത്തതെങ്കിലും ആരാണതിന് പിൻബലമെങ്കിലും സ്വന്തം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഈ ഏർപ്പാടിന് മുന്നോട്ട് വന്നവരെ തീർച്ചയായും സമുദായം പുറന്തള്ളുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോർക്കണം, സച്ചാർ കമ്മീഷൻ അടക്കം ഇന്ത്യ മഹാരാജ്യത്തെ മദ്രസകളെ കുറിച്ച് പഠിച്ചു. നോർത്ത് ഇന്ത്യയിലെ മദ്രസകളെ കുറിച്ച് പോലും പലപ്പോഴും സംശയമുണ്ടായിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലെ മക്തബുകളെ കുറിച്ച്. ആ മക്തബുകളെ കുറിച്ചും മദ്രസകളെ കുറിച്ചും ഒക്കെ പഠിച്ച കമ്മീഷൻ പറയുന്നു, മദ്രസ എന്ത് ചെയ്യുന്നു എന്ന് ഇന്ത്യ ഗവൺമെന്റിന് മുമ്പിൽ രേഖപ്പെട്ട് കിടക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ പറഞ്ഞിട്ടുണ്ട്,
അതുപോലെ തന്നെ മദ്രസകളെ കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ പല കമ്മീഷനുകളും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ ഈ മദ്രസ ചെയ്യുന്ന പ്രവർത്തനം മദ്രസ ത്രൂ വിത്ത് ദ കമ്മ്യൂണിറ്റി എൻഷുർ ദാറ്റ് മദ്രസ എന്ന പ്രവർത്തനത്തിലൂടെ ഈ കമ്മ്യൂണിറ്റി നേടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ അക്വയർ നോളജ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിക നോളജാണ് മദ്രസകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്, നേടിക്കൊണ്ടിരിക്കുന്നത്. ഹാവ് ബിക്കം എ സിംബിൾ ഓഫ് മുസ്ലിം ഐഡന്റിറ്റി ഇൻ ഇന്ത്യ. മുസ്ലിം ഐഡന്റിറ്റി ഇന്ത്യയിൽ നിലനിർത്തുക എന്നതാണ് മദ്രസയുടെ ധർമ്മം. അതാണ് മദ്രസകൾ ചെയ്തിരിക്കുന്നത് എന്ന് സച്ചാർ പറയുകയും ദേ സെർവ് ആസ് എൻ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഐഡന്റിറ്റി മെയിന്റനൻസ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഐഡന്റിറ്റി മെയിന്റനൻസ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഈ സമൂഹത്തിന്റെ വ്യക്തിത്വ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് മദ്രസ ചെയ്യുന്നത് എന്ന് ഇന്ത്യയിലെ നിയമജ്ഞർ ഇന്ത്യ ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ ചെന്നുകൊണ്ട് കോടതിയിൽ പറയുന്ന വാദം ഉത്തരവാദിത്ത ബോധമുള്ള ഉദ്യോഗസ്ഥരും നിയമപാലകരും തെറ്റിദ്ധാരണയ്ക്ക് വിധേയരായി അംഗീകരിക്കരുത് എന്ന് വളരെ വിനയപൂർവ്വം അവരോട് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അത്തരം വാദഗതികളുമായി മുന്നോട്ട് പോകുന്നവരെ നിയമത്തിന്റെ വഴിക്ക് പിടിച്ചുകെട്ടാൻ സമസ്ത സന്നദ്ധമാണെന്ന് സൂചിപ്പിക്കുവാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഉമ്മത്തിന് ദീനിന്റെ ദിശ കാണിച്ചു കൊടുക്കുവാൻ കടന്നു വന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമുക്കറിയാമല്ലോ, ഈ 9 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനം കടന്നു വരുമ്പോ കേരളം എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സമസ്തയുടെ പേരിൽ സമസ്ത കേരള എന്നുണ്ടെങ്കിൽ അത് തികച്ചും അപ്രസക്തമാണ്. കാരണം അന്നത്തെ കേരളം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കേരളമല്ല. ഇന്നത്തെ കേരളത്തിന്റെ അതിരല്ല അന്നത്തെ കേരളത്തിനുള്ളത്. മദ്രാസ് അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഈ കേരളത്തിൽ നിലകൊള്ളുന്ന സമയത്തല്ലേ ആ പേര്. അതുകൊണ്ട് തന്നെ കർണാടക അതിൽ നിന്ന് ഭിന്നമല്ല, മംഗലാപുരം അതിൽ നിന്ന് ഭിന്നമല്ല. നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ ദീനി ദഅവത്ത് നിർവഹിക്കാൻ പറ്റിയ കേന്ദ്രങ്ങളുണ്ടോ ആ കേന്ദ്രങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം നടക്കുന്നു. ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തെ പോലെ വളരെയധികം സന്തോഷത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശം എവിടെയാണ്? ഈ കർണാടക പോലെ ഇതിനോട് ഒട്ടി നിൽക്കുന്ന പ്രദേശത്തെ മുസ്ലിങ്ങളെ പോലെ ദീനീബോധമുള്ളവരെവിടെയാണ്? എന്റെ ഇന്ത്യയിലെ മറ്റിതര മേഖലയിലെ മുസ്ലിം സഹോദരങ്ങൾക്കൊന്നും അത്രമാത്രം ദീനിയായ അന്തസ്സും ആഭിജാത്യവും ഉണ്ടായില്ല. നേതാക്കളുടെ കുറവാണോ? അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കുറവാണോ സംഭവിച്ചത്? മറിച്ച് അവർക്ക് ദീനിയായ ബോധത്തിന്റെ കുറവാണെന്ന് പരിശോധിച്ചാൽ ഏത് കുട്ടിക്കും ബോധ്യപ്പെടുന്നതല്ലേ? ആ ഒരു ദീനിയായ അന്തസ്സ് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മലയാളി മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവർക്കൊക്കെ നൽകി. ഒന്നും വേണ്ട, ഈ തീവ്രതയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് എഴുതിയവൻ, അത് പ്രചരിപ്പിച്ചവൻ, അതിനുവേണ്ടി വാദിച്ചവൻ ആരാണെങ്കിലും നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അഖ്ലാഖ് എന്ന പാഠമെന്ന് പഠിച്ചാൽ പോരെ. സ്വഭാവ സംസ്കരണമാണ് ആ പാഠഭാഗത്തിന്റെ ഉദ്ദേശ്യം. അതിനുവേണ്ടി പീരീഡ് നീക്കി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചെന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ മാന്യമായി പെരുമാറണം, അന്യമതസ്ഥരോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലായിരിക്കണം ഒരു മനുഷ്യന്റെ സ്വഭാവം. ഇത് പഠിപ്പിക്കുന്ന ക്ലാസ് തന്നെയുമല്ല 3ാം ക്ലാസ്സിൽ തന്നെ ഹുബ്ബുൽ വതൻ എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ മദ്രസ ആധികാരികമായി കുട്ടിക്ക് ഈ രാജ്യത്തോട് സ്നേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുവഴി കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ കേരളക്കരയിലെ മുഖ്യ മേഖലകൾ നിങ്ങൾ നോക്കും, ഇതുപോലുള്ള പ്രദേശങ്ങളൊക്കെ നോക്കൂ. ഈ ഇരിക്കുന്ന ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാരുടെ സേവന പ്രവർത്തനങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രദേശത്ത് ഒരു സമുദായത്തിനും ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രവർത്തനം ഇവരാരും ചെയ്തിട്ടില്ലല്ലോ. എത്ര മദ്രസകളുണ്ട് ഇവിടെ, എത്ര മുതഅല്ലിമീങ്ങളുണ്ട് ഇവിടെ, എത്ര മുദരിസുമാരുണ്ട് ഇവിടെ. ഇവരൊക്കെ ഈ സമൂഹത്തിൽ നിറഞ്ഞെന്ന് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ മഹാസമ്മേളനം നോക്കൂ. എന്നെ കേട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, ഇവിടെ നിരീക്ഷണം നടത്തുന്ന രഹസ്യാന്വേഷണ വിഭാഗ ഏജൻസികൾ ഉണ്ടാകും. ഒരുപാട് സമ്മേളനം കണ്ടതല്ലേ മംഗലാപുരം. ഇത്ര അച്ചടക്കത്തോടുകൂടി, ഇത്ര നിയന്ത്രണത്തോടുകൂടി ഒരു സമ്മേളനം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ പിൻ ഡ്രോപ്പ് സൈലൻസ് നമ്മുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ജനസമൂഹം നേതൃത്വത്തെ അനുസരിക്കുന്ന ഒരു പ്രവണത. ഈ പ്രവണതയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വളർത്തിയത്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം അത്രയും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ഈ സമൂഹത്തിന്റെ പൂർവ്വഗാമികൾ കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കേരളീയ സമൂഹത്തിൽ ഒരഭിപ്രായാന്തരവും ആചാരാനുഷ്ഠാന പ്രക്രിയകളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ വന്നുകൊണ്ട് പരിശുദ്ധ ദീനിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയ 1920-കളിൽ ഈ സമൂഹത്തിന്റെ ദീനിന്റെ നേർരേഖ പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായിരുന്ന മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര പരിശോധിച്ചാൽ കാണാം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്ന ആ പരമ്പരയിൽ നമ്മുടെ ഈ കേരളക്കരയിലേക്ക് ആദ്യം കടന്നു വന്നത് സയ്യിദ് അലി ഹാമിദ് ബാഅലവി തങ്ങളാണ്. സയ്യിദ് അലി ഹാമിദ് ബാഅലവി തങ്ങൾ വന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് അലി ബാഅലവി തങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് അഹമ്മദ് ബാഅലവി തങ്ങൾ, അദ്ദേഹത്തിന്റെ പുത്രൻ സയ്യിദ് ഹസൻ ബാഅലവി തങ്ങൾ, അദ്ദേഹത്തിന് ജനിച്ച പുത്രൻ സയ്യിദ് മുഹമ്മദ് ബാഅലവി തങ്ങൾ, വലിയുല്ലാഹി മൗലദ് വീല ഖുതുബുസ് സമാൻ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ കാലഘട്ടക്കാരൻ, സമശീർഷനായ ആ കാലഘട്ടത്തിലെ പണ്ഡിതൻ, മഹാനവർക്ക് ജനിച്ച പുത്രനാണ്
സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1840 ജനിച്ച് 1932 ലോകത്തോട് വിട പറഞ്ഞ അല്ലാഹു ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ മഹാന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാനികളായ നേതാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ അഭിപ്രായാന്തരമുണ്ടാക്കി മുന്നോട്ട് പോയാൽ സാധാരണക്കാർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ ലഭ്യമാകാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ദീനിന്റെ ശരിയായ രൂപം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ വിളിച്ച് മുഷാവറ ചെയ്ത് ഇലാഹിയായ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന പ്രഖ്യാപനമാണ് സമത്വയുടെ പ്രഖ്യാപനം. അതിനു മുമ്പ് ഇവിടെ കൊണ്ടു നിറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമനും രണ്ടാമനും, അതിനുമുമ്പ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല സംഘവും, പിന്നെ അവിടെ ഇങ്ങോട്ട് പോന്നാൽ ഉമർ ഖാദി തങ്ങൾ, മമ്പുറത്ത് തങ്ങൾ, സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ, മമ്പുറം തങ്ങളുടെ പുത്രൻ ഫസൽ പൂക്കോയ തങ്ങൾ അടക്കമുള്ള ആ മഹത്തുക്കളായ പണ്ഡിതന്മാരും നേതാക്കളും കൊണ്ടു നടന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ അത് ശരിക്ക് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദീനിന്റെ അസ്ല് ശരിക്ക് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് ദീനിയായ ഒരു പഠനം ഈ സമൂഹത്തിൽ നിലനിർത്തുക, അതുപോലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗരേഖ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക, ഈ ധർമ്മമാണ് പണ്ഡിതന്മാർ ചെയ്തത്. അല്ലാഹുവിന്റെ തിരുദൂതരാകുന്ന നമ്മുടെ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ഉമ്മത്തുൻ ഖായിമത്തുൻ ബിഅംദില്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിൽ ഉണ്ടാകും. ഒരു വിഭാഗം ആളുകൾ, ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേകലായ എതിർപ്പുകളും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളും ഒന്നും അവരെ ബാധിക്കില്ല. ആരെന്തൊക്കെ ചെയ്താലും ശരി അവരെ ബാധിക്കില്ല. അതൊക്കെ കാക്കാൻ അള്ളാഹു ഉണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, കാലാന്ത്യം വരെ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നേർരേഖ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമുണ്ടാകും. അവരെ തകർക്കാൻ, അവരെ എതിർക്കാൻ, അവരെ ആക്ഷേപിക്കാൻ ആര് ശ്രമിച്ചാലും പടച്ചുറപ്പതിന് സമ്മതിക്കില്ല. തുടക്ക കാലഘട്ടം മുതൽ തന്നെ സമത്വ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ആദ്യ കാലഘട്ടത്തിൽ തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ എതിർപ്പുണ്ടായിട്ടുണ്ട്. രാജ്യദ്രോഹികളാണ് സമത്വക്കാരെന്ന് പറഞ്ഞവരുണ്ട്. സമത്വക്കാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ലെന്ന് പറഞ്ഞവരാണെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ഇസുദ്ദീൻ മൗലവിയുടെ പ്രസംഗത്തിനും അതുപോലെ തന്നെ വിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നുകയറ്റത്തിനുമെതിരെ അതിശക്തമായി പ്രസംഗിച്ചു. ജനങ്ങൾക്ക് കാര്യമെന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കൃത്യമായി ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മലബാറിന്റെ മണ്ണിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടരായി തിരുവനന്തപുരത്തെ ആ കാലഘട്ടത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഒരു പ്രഭാഷണം തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്നു. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേണ്ട സഹായവും സഹകരണങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് അന്ന് തിരുവനന്തപുരത്ത് രാജാവിന്റെ കീഴിലുള്ള ദിവാന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വിദ്യാസമ്പന്നനായ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ സൗകര്യത്തിൽ അദ്ദേഹം സംഘടിപ്പിച്ച പരിപാടിക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ ചെന്നിറങ്ങുമ്പോ ശത്രുക്കളായ വിഭാഗം ആളുകൾ, സുന്നത്ത് ജമാഅത്തിനെ മുടക്കുന്ന ഒരു ജനസമൂഹം അന്ന് കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുത്തു. അദ്ദേഹം വന്നാൽ ഇംഗ്ലീഷിനെതിരെ പറയും. അന്ന് ആ പ്രദേശം മലബാർ പോലെയല്ല, ഇംഗ്ലണ്ടുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ എന്താണോ നടക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെതിരെ പറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ ഭരണകൂടം ആ പ്രസംഗം നിരോധിക്കുമെന്ന് വളരെ പെട്ടെന്നറിയാവുന്നവർ കോടതിയിൽ പോയി അറിയിപ്പ് കൊടുത്തു. കോടതി അപ്പോൾ തന്നെ പ്രസംഗം വിലക്കി. പാങ്ങിൽ ഉസ്താദ് തിരുവനന്തപുരത്ത് ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വീട്ടു തടങ്കലിൽ വെച്ചു. പ്രസംഗിക്കാൻ പാടില്ല. ആ സമയത്ത് നേരത്തെ പറഞ്ഞ ഇബ്രാഹിം സാഹിബ് ഇടപെട്ടു. ദിവാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുത്തു. കോടതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. കോടതിയിലേക്ക് വിഷയം വെച്ചു. രാജാവ് അന്ന് ഇംഗ്ലണ്ടില്ല, പൂർണ്ണ ചുമതല ദിവാന്. അതുകൊണ്ട് ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു. കോടതിയിൽ ചെന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അല്ലാഹു സഹായിക്കും, ആരെതിർത്താലും അതിനൊന്നും പറ്റില്ലെന്നതിന്റെ തെളിവ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഏറ്റവും വലിയ ഒരു അത്ഭുതം, ഇവിടെ നിന്ന് കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് പോകുന്ന സന്ദർഭത്തിൽ എപ്പോഴും പാങ്ങിൽ ഉസ്താദിന്റെ കൂടെ ഒരു PA പോലെ ഉണ്ടാകുന്ന, ഒരു സഹകാരിയായി ഉണ്ടാകുന്ന മാമുക്കോയ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം വിദ്യാസമ്പന്നന. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പ്രസംഗം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് മതസൗഹാർദ്ദത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതിനെ കുറിച്ച്, ഭാഷകളും വിദ്യാഭ്യാസവും നേടേണ്ടതിനെ കുറിച്ച്. ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പ്രസംഗം വെറുതെ ഒന്ന് തയ്യാറാക്കി കയ്യിൽ പിടിച്ചതാ. കോടതിയിൽ ചെന്നു. കോടതി ചോദിച്ചു, ഇംഗ്ലീഷിൽ എതിർക്കുന്നവരാണോ? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാം. എന്റെ നേതാവ് എന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ അനുവദിച്ചല്ലോ. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രസംഗിക്കാൻ തയ്യാറാക്കി കൊണ്ടുവന്ന കുറിപ്പാണിത്. ആ കുറിപ്പ് കോടതിക്ക് മേശപ്പുറത്തേക്ക് കൊടുത്തപ്പോൾ അത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു,
കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഇവിടെ ചെയ്യാനുള്ള പ്രസംഗം ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ ആ പ്രസംഗത്തിൽ കൃത്യമായി മതസൗഹാർദ്ദത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവർക്കെതിരെയാണോ പരാതി കൊടുത്ത 16 പേരെ പരസ്പരം സംസാരിക്കാൻ പാടില്ലെന്നും ആ സമ്മേളനത്തിന്റെ സ്ഥലത്തേക്ക് കടക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് നിരോധിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സമ്മേളനം നടത്താൻ സമത്വയുടെ മഹാനായ അധ്യക്ഷന്, സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മഹാനായ നായകന് കോടതി അവസരം കൊടുത്തുവെങ്കിൽ അള്ളാഹുവിന്റെ സഹായമാണ് കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുമ്പോൾ ഈ എഴുതി തയ്യാറാക്കിയ ഒരു കടലാസ് കയ്യിൽ വെക്കാൻ അദ്ദേഹത്തിന് തോന്നിയത്. ഇലാഹിയായ തൗഫീക്ക്, പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു തൗഫീക്ക് എന്നും സമത്വ കേരള ജംഇയ്യത്തുലമക്ക് ഉണ്ടായിട്ടുണ്ട്. ഇടപെട്ട മേഖലയിലൊക്കെ സമത്വ വിജയിച്ചിട്ടേ ഉള്ളൂ. എന്താണ് അതിന്റെ കാരണം? സത്യമാണ് സമത്വ കേരള ജംഇയ്യത്തുലമ മുന്നോട്ട് വെച്ചത്. ഏത് വിഷയത്തിലും നിങ്ങൾ നോക്കൂ, സമത്വ ഇടപെട്ട ഏത് വിഷയമാണെങ്കിലും ഇപ്പൊ അടുത്ത ദിവസം സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മുശാവറ പ്രമേയം കൊണ്ടുവന്നു. ഈ സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തെ ആ രീതിയിൽ ചിന്തിപ്പിച്ച് ഒരു ധാർമ്മിക ലെവലിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ സമത്വം ശബ്ദിച്ചു. വസ്തുതാപരമായ കാര്യമല്ലേ? സത്യത്തിൽ സത്യം മറച്ചു വെച്ചുകൊണ്ടല്ലേ പലരും പറയുന്നത് സമത്വ സത്യം പറയുന്നു. സ്ത്രീയും പുരുഷനും പ്രകടമായ അന്തരമില്ലേ? വൈദ്യശാസ്ത്രം ഇന്ന് വളരെ പുരോഗമിച്ചു നിൽക്കുന്ന കാലത്ത് പോലും ഒരു ഭിക്ഷുക്കരനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കുമ്പോൾ തൂക്കത്തിൽ വ്യത്യാസമുണ്ട്, തലച്ചോറിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഈ കൂടി നിൽക്കുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ എത്ര അന്തരമുണ്ട്? ഒരു പുരുഷന്റെ ദേഹത്ത് 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ രക്തം എപ്പോഴും വേണം, എന്നാൽ സ്ത്രീക്ക് 4 ലിറ്റർ മുതൽ 5 ലിറ്റർ വരെ മതി. ഞങ്ങൾക്ക് 1 ലിറ്റർ കുറവോ എന്ന് ചോദിച്ച് കൊടി പിടിച്ചിട്ട് ഫലമുണ്ടോ? പടച്ചടപ്പ് തന്നതല്ലേ? അതല്ലേ സമൂഹത്തിന്റെ അവസ്ഥ? എനർജി റിക്വയർമെന്റ് നോക്ക്. ഒരു പുരുഷൻ ഒരു ദിവസം സാധാരണ പുരുഷനാണെങ്കിൽ 2200 കിലോ കലോറി വേണം, ഒരു പെണ്ണിന് 1200 കിലോ കലോറി മതി. അധ്വാനിക്കുന്ന പുരുഷനാണെങ്കിൽ 3000 കിലോ കലോറി വേണമെങ്കിൽ ഒരു പെണ്ണ് എത്ര അധ്വാനിച്ചാലും ശരി 2400 കിലോ കലോറിക്കപ്പുറം എനർജി റിക്വയർമെന്റ് വേണ്ട. വിശ്വകരന്മാരുണ്ടല്ലോ, എന്റെ ശബ്ദം കേട്ടു നിൽക്കുന്ന ആളുകൾ പറയട്ടെ, ഡോക്ടർമാർ, അന്തരമുണ്ട്. സ്ത്രീയും പുരുഷനും അന്തരമുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ 1.25 ലക്ഷം പ്രവാചകന്മാർ വന്നിട്ട് ഒരൊറ്റ നബിച്ചിയെ പടച്ചറപ്പ് എന്തുകൊണ്ട് പറഞ്ഞയച്ചില്ല? ചരിത്രം പഠിക്കട്ടെ. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുലമ ഒരു കാര്യം പറയുമ്പോ ആ സമത്വയുടെ പ്രവർത്തനത്തിലും സമത്വയുടെ പ്രഖ്യാപനത്തിലും അർത്ഥമുണ്ടെന്ന് ബോധ്യപ്പെടാൻ സമൂഹത്തിന് അടിസ്ഥാനപരമായ വസ്തുതകൾ പരിശോധിച്ചാൽ മതി. ഒരു ക്ലാസ്സിലെ ഒരേ ബെഞ്ചിൽ മുതിർന്ന ആണും പെണ്ണും മുട്ടിയുരുമ്മി ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചർച്ച, ആ ചർച്ച നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം അലോസരമുണ്ടാക്കും. ഇന്നത്തെ പത്രത്തിന്റെ 1-ാം പേജ് നോക്ക്. നിങ്ങൾക്ക് തന്ന സുപ്രഭാതത്തിന്റെ ഫസ്റ്റ് പേജിൽ എന്താ? കൂട്ടമാനഭംഗത്തിന് വിധേയ പെണ്ണല്ലേ? മുഴുവൻ വായിച്ചു നോക്കി. എങ്ങനെയാ പെണ്ണ് മാനഭംഗപ്പെടുത്തപ്പെട്ടത്? ആ പെണ്ണിനെ ബീച്ച് കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വിളിച്ചു കൊണ്ടുപോയതാ. എന്തിനെ? ആരാന്റെ കൂടെ ബീച്ച് കാണാൻ പെണ്ണ് ഇറങ്ങി പുറപ്പെട്ടു. അവിടെയല്ലേ ഇസ്ലാം പറയുന്നത്? ഒരു പെണ്ണ് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ആ കാഴ്ചപ്പാടേ സമൂഹത്തിൽ പറഞ്ഞുള്ളൂ. ഈ പ്രസ്ഥാനക്കാരല്ലേ ഈ പെണ്ണുങ്ങളെ രംഗത്തിറക്കണമെന്ന് പറഞ്ഞത്? ഈ സമൂഹത്തിൽ ആകർഷണീയമായ മുദ്രാവാക്യം എറിഞ്ഞു കൊടുത്തുകൊണ്ട് സമൂഹത്തെ സ്വാധീനിച്ചു അവർ. ഈ സാധാരണക്കാരായ ആളുകൾ വളരെ പെട്ടെന്ന് വീണു പോകുന്ന ചില മുദ്രാവാക്യങ്ങൾ സാധാരണ ജനങ്ങളിൽ കൂടുതൽ ചിന്തിക്കാത്തവരും ആഴത്തിൽ പഠിക്കാത്തവരും ഉണ്ടാകും. അവരോട് വന്നിട്ട് പറയും, സ്ത്രീയും പുരുഷനും തുല്യമല്ലേ, പെണ്ണിനെന്തിനോട് പള്ളിയിൽ പോയിക്കൂടാ, എന്തേ പെണ്ണിന് പള്ളിയിൽ പോയിക്കൂടാ എന്ന് ചോദിക്കും. സ്വാഭാവികമായും ഒരു ചിന്തിക്കും, ശരിയല്ലേ, ഒരു നിഷേധാത്മകമായമല്ലേ സമത്വ പറയുന്നത്? പെണ്ണ് പള്ളിയിൽ കയറണോ കയറണ്ടേ എന്നതല്ലല്ലോ ചർച്ച. മറിച്ച് അവിടെ ചർച്ച ജുമുഅക്കും ജമാഅത്തിനും പെണ്ണ് പള്ളിയിൽ വരേണ്ടതുണ്ടോ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ മുമ്പിൽ വന്നുകൊണ്ട് ഉമ്മു ഹുമൈദ് എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ചപ്പോ നബി തങ്ങളോട് അങ്ങയുടെ പള്ളിയിൽ അങ്ങേക്കൊപ്പം നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ലഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഈ, എന്റെ കൂടെ നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. നബി തങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്കുത്തമൻ നിന്റെ വീട്ടിന്റെ ഉള്ളറയാണ്. ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞാൽ പിന്നെന്തിനാ പെണ്ണിനെ പള്ളിയിലേക്ക് കെട്ടിവലിക്കുന്നത്? അതല്ലേ സമത്വ പറഞ്ഞുള്ളൂ. സമത്വക്ക് പുതിയ ആശയമില്ല. സമത്വ സ്വന്തമായ ആശയം നിർദ്ധാരണം ചെയ്തിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുലമ പറഞ്ഞതൊക്കെ എന്താണോ പൂർവ്വകാല മഹത്തുക്കൾ പറഞ്ഞത് മാത്രമാണ്. അസ്മാ ബിൻത് യസീദ് പണ്ഡിതയായിരുന്നു, വിവരമുള്ള പെണ്ണായിരുന്നു. നബി തങ്ങളോട് വന്ന് വളരെ മാന്യമായി ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ ജിഹാദ്, എല്ലാം ആണുങ്ങൾ കൊണ്ടുപോയി യുദ്ധത്തിന് അവർ പോകും, ജമാഅത്തിന് അവർ പോകും, ജുമുഅക്ക് അവർ പോകും, ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ചോദ്യത്തെയും ചോദ്യകാരിയെയും പുകഴ്ത്തിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നീ മറിഞ്ഞു കൊടുക്കണം മറ്റു സ്ത്രീകൾക്ക്, നീ അറിയിച്ചു കൊടുക്കണം മറ്റു സ്ത്രീകൾക്ക്, ഇന്ന ത്വാഅത സൗജി വഅതിറാഫൻ ബിഹഖിഹി, ഭർത്താവിന്റെ അവകാശ ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടൊരു പെണ്ണ് നിന്നാൽ ഈ പോകുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം പെണ്ണേ നിനക്ക് നിന്റെ വീട്ടിൽ കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കൃത്യമായി നബി തങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ എവിടെയെങ്കിലും ഹദീസിന്റെ ശകലങ്ങൾ എടുത്ത് പൊട്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ പുതിയ ചിന്താഗതിയും സംശയവും ജനിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ ആ രീതിയിൽ ചിന്തിപ്പിക്കുന്ന ആളുകൾ, അതല്ലേ നമ്മുടെ സമൂഹത്തിലൂടെ ഖുതുബ എന്തുകൊണ്ട് മലയാള ഭാഷയിലാക്കിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരൻ വീഴും. ഒരു 10 മിനിറ്റ് പള്ളിയിൽ പോയിരിക്കുമ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൽ കേട്ടുകൂടാ? അവൻ വീഴും. എന്നാൽ ഖുതുബ സാധാരണ പ്രസംഗമല്ല. പരിശുദ്ധ ഖുർആനിൽ ഖുതുബക്ക് ദിക്ർ എന്നാ പറഞ്ഞത്, ഫസ്ഉ ഇലാ ദിക്രില്ല. ഹദീസിലും ഖുതുബക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. മലക്കുകൾ വെള്ളിയാഴ്ചയായാൽ പള്ളിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വരുന്നവരെ എഴുതും ഫയക്കത്തുബൂനൽ അവ്വല ഫല്ലവ്വല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മിമ്പറിൽ കയറുന്ന സമയം വന്നു കഴിഞ്ഞാൽ തവൗ സുഹഫഹും സുഹഫ പൂട്ടി വെച്ചിട്ട് വയസ്തമിഉന ദിക്റ, ദിക്ർ കേൾക്കുമെന്നല്ലേ ഹദീസിൽ പറഞ്ഞത്? അല്ലാഹു എന്തേ, പ്രവാചകൻ എന്തേ ഖുതുബക്ക് ദിക്ർ എന്ന് പറഞ്ഞു? ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഉദു വേണ്ടല്ലോ. എന്നാൽ ഒരു ഖതീബ് ഖുതുബ ഓതുമ്പോൾ ഉദു വേണ്ടേ? ഖതീബ് ഒന്ന് ഇരുന്നിട്ട് വേണ്ടേ പിന്നെ രണ്ടാമത്തെ ഖുതുബ നിർവഹിക്കാൻ? ക്ഷീണിച്ചിട്ടിരിക്കുകയാണോ? എന്നാൽ യുവാവായ ഖതീബിനെ വെച്ച് രണ്ടും ഒന്നിച്ചങ്ങ് അടിച്ചു വിട്ടുകൂടെ? സാധ്യമല്ല. എന്തുകൊണ്ട്? അത് രണ്ടായിരിക്കണമെന്നും ഹംദ് വേണമെന്നും സ്വലാത്ത് വേണമെന്നും ചില നിബന്ധനകളൊക്കെ ഉണ്ടെന്നും വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പ്രസംഗമാണത്. സാധാരണ പ്രസംഗമല്ലെന്ന് അറിയാത്തവരാണോ ഈ സമൂഹത്തിലുള്ളത്? പക്ഷെ പെട്ടെന്നത് പറയുമ്പോൾ അതിൽ വീണുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ മുന്നോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ തന്നെയാണ് മലയാള ഖുതുബ ആദ്യം ആരംഭിച്ചത്. കേരളത്തിൽ തന്നെയാണ് പെണ്ണ് പള്ളിക്ക് പോകുന്ന പരിപാടി ആദ്യം ആരംഭിച്ചത്. ഇത് ശരിയല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്, അല്ലാതെ ആരോടും വിദ്വേഷം തീർക്കാനല്ല, ആരോടും വെറുപ്പ് തീർക്കാനല്ല, ഒരു മനുഷ്യനോടും എതിർപ്പുണ്ടാക്കാനല്ല. സത്യദീനിന്റെ നേർപാത സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമത്വ നിലകൊണ്ടത്. പണമുണ്ടാക്കാനല്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് ഒരു ഫണ്ട് പോലുമില്ല. ഇന്നും സമത്വക്ക് ഫണ്ടില്ല. സമത്വ ഫണ്ട് പിരിക്കാറില്ല. അതിന്റെ കീഴ്ഘടകങ്ങൾ ഫണ്ട് പിരിച്ചുകൊണ്ട് സമത്വ പ്രവർത്തനത്തിന് നൽകുന്നു. വിദ്യാഭ്യാസ ബോർഡോ മറ്റ് കീഴ്ഘടകങ്ങളോ സാമ്പത്തിക ആനുകൂല്യം പറ്റുന്ന സംഘടനയല്ല സമത്വ. വേറെ ചില ആളുകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ തന്നെ സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റുവാനും സുന്നത്ത് ജമാഅത്തിനെ പോലും സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റുവാനും ശ്രമിച്ചതിന്റെ കഥകളല്ലേ നമ്മൾ കേൾക്കുന്നത്. അവിടെയാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളും വ്യത്യസ്തമാകുന്നത്. 1989 ഒരു സമൂഹത്തെ മാറ്റി നിർത്തി 6 മുഷാവറ മെമ്പർമാർക്കെതിരെ മഹാന്മാരായ പണ്ഡിതന്മാർ നടപടിയെടുത്ത് പുറത്തു നിർത്തി. ഈ സമൂഹത്തിൽ നിഷ്പക്ഷരായ ആളുകളുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന സമൂഹത്തിൽ രണ്ടും തുല്യമാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഏകദേശം 10-40 കൊല്ലം പ്രായമായ ആളുകൾക്കറിയാത്ത സംഭവം ഞാൻ എങ്ങനെ പറയാൻ കാരണം, 1989 ഇവരെ മാറ്റി നിർത്തുമ്പോ ആ 89 നിന്നും 2015 26 കൊല്ലമുണ്ട്. 26 കൊല്ലം, അതും അന്നൊരു 15 വയസ്സും കൂട്ടിയാൽ 41 വയസ്സായില്ലേ? 40 വയസ്സിന്റെ താഴെയുള്ളവർക്ക് ഇവരെന്തിന് മാറ്റി നിർത്തപ്പെട്ടുവെന്നറിയില്ല. അവർക്ക് രണ്ടും പണ്ഡിതന്മാർ, രണ്ടും സമത്വ എന്ന പേർ ഒന്ന് വ്യാജമാണെങ്കിലും അങ്ങനെ ഈ രണ്ടിനെയും ഒരുപോലെ കാണുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ നയിച്ചത്, നമ്മൾ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ നയിച്ച നേതാക്കൾ, അവരെ മാത്രം ഒന്ന് നോക്കൂ നിങ്ങൾ. ഒന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ആ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത എത്രയാ, അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ആ മഹാന്റെ ജീവിതത്തിന്റെ വിശുദ്ധി, അദ്ദേഹത്തിന്റെ സ്മരണിക ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. അന്യമതസ്ഥർക്ക് പോലും അദ്ദേഹത്തോടുണ്ടായിരുന്ന ബഹുമാനം. ഞാനൊരു സംഭവം ഓർത്തു പോകുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് SKSF-ന്റെ ആദ്യകാല പ്രവർത്തകൻ, അദ്ദേഹം എടവണ്ണപ്പാറ റഷീദിയ കോളേജിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ഒരാൾ എടവണ്ണപ്പാറയിൽ വന്നിറങ്ങിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് എന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കൂട്ടി അവർ പെട്ടെന്നൊരു വാഹനം വിളിച്ചു എടവണ്ണപ്പാറയിൽ നിന്ന്. ആ വാഹനം വിളിച്ച് അതിൽ കയറി ഡ്രൈവറോട് പറഞ്ഞു വാഴക്കാട്ടേക്ക്. ഡ്രൈവർ വണ്ടി ഓടിച്ചു വാഴക്കാട്ടേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അയാളൊരു അമുസ്ലിമായ ഡ്രൈവർ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോ ഈ വണ്ടി വാഴക്കാട്ടേക്ക് എത്തുന്നതിന്റെ അല്പം മുമ്പ് ഇടത്തോട്ടൊന്ന് തിരിയാൻ ഇവർ നിർദ്ദേശിക്കുന്നു. ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ വാഴക്കാട്ടേക്ക് എന്നല്ലേ പറഞ്ഞത്? വൈകുന്നേരം ഒരു ട്രിപ്പ് കിട്ടി ആവേശത്തിൽ ചാടിക്കറി പുറപ്പെട്ടതാ എന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ മനസ്സിലാക്കണം. കണ്ണിയത്ത് ഉസ്താദിനെ ശരിക്കും മനസ്സിലാക്കാത്ത ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അങ്ങനെ അവർ പുറപ്പെടുന്ന സന്ദർഭത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ ചോദിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് വാഴക്കാട്ടേക്കാണ് സൗകര്യത്തിന് പറഞ്ഞതാണ്. അതങ്ങ് കേട്ടപാടെ ഹിന്ദുവായ ഈ ഡ്രൈവർ തന്റെ വണ്ടി നിർത്തുന്നു. അവരോട് സമ്മതം ചോദിച്ച് പുറത്തിറങ്ങുന്നു. ആദ്യം അയാൾ ചെയ്ത പ്രവർത്തനം തന്റെ മടക്കി കുത്തഴിച്ചു. പിന്നെ അയാൾ ചെയ്തത് തന്റെ തലയിലുള്ള വട്ടക്കെട്ടടിച്ചിട്ട് തന്റെ വണ്ടിയുടെ ഉള്ളിൽ ഭദ്രമായി വെച്ചു. എന്നിട്ട് ഇതുവരെയുള്ള പോലെയല്ല ഒരു ഭവ്യതയോടുകൂടി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ഈ ഹിന്ദുവായ ചെറുപ്പം, ഈ സംഭവം കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണയിൽ, ഈ സംഭവം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. ഈ ചെറുപ്പക്കാരനായ ഹിന്ദു ചെറുപ്പക്കാരൻ എന്തിനാ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ എത്തും മുമ്പ് ഈ ഭവ്യത കാണിച്ചത്? അതാണ് അള്ളാഹു മഹാനവർക്ക് കൊടുത്ത ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡ് കൊടുത്തതുപോലും ഹിന്ദു സഹോദരങ്ങളാണ്. വർഗീയത വിളമ്പുന്ന ആളുകൾ പഠിക്കണം. ഈ ഇരിക്കുന്ന ആലിമീങ്ങളുടെ പ്രിയപ്പെട്ട തലവനായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് കൊടുക്കാൻ
മുഖ്യ പങ്ക് വഹിച്ചത് ഹിന്ദു സുഹൃത്തുക്കളാണ്. അതാണ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. എന്തേ അവർ കൊടുത്തു? യോഗം ചേർന്നിട്ടും കൂടിയാലോചിച്ചിട്ടും അവർക്ക് കണ്ണിയത്തിന് കൊടുക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അത്ര ജീവിത വിശുദ്ധി കാണിച്ചൊരു വലിയ മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. ആ മഹാനല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന്. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, മലപ്പുറത്ത് വരൂ നിങ്ങൾ, പുളിക്കൽ പഞ്ചായത്തിൽ പുളിക്കൽപ്പെട്ട ചെറുമുറ്റം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ പഴയ തലനിരച്ച കാരണവന്മാരെ പോയിട്ടൊന്ന് കാണണം. ഞാൻ നേരിട്ട് കാരണവന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെറുമുറ്റത്ത് മഴ കിട്ടാതെ ജനങ്ങൾ വിഷമിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ, മഴയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ മഹാനായ റഈസുൽ മുഹഖഖീനെ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ കണ്ണിയത്ത് ഉസ്താദ് വന്നിരുന്നു. ദുആ ചെയ്തു. കണ്ണിയത്ത് ദുആ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ജനങ്ങളൊക്കെ പിരിയുകയാണ്. പക്ഷേ കണ്ണിയത്തിന്റെ സ്വതസിദ്ധ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം ദുആ കഴിഞ്ഞതിന്റെ ശേഷം ഒരു വാക്ക് പറഞ്ഞു. മൈക്ക് ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. മൈക്ക് ഓഫാക്കാത്തത് കൊണ്ട് ജനങ്ങളൊക്കെ അത് കേട്ടു. കണ്ണിയത്ത് ഇരുന്ന ഇരുത്തത്തിൽ പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നെ കണ്ട് ദുആ ചെയ്തതാ. നീ മഴ തരാതിരുന്നാൽ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. ഈ വാചകം ശരിക്കും ജനങ്ങളൊക്കെ മൈക്കിലൂടെ കേട്ടു. എഴുന്നേറ്റവരൊക്കെ തിരിച്ചു വന്നവിടെ ഇരുന്നു. കണ്ണിയത്ത് പോകുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. ഞാൻ ഈ പറയുന്ന സംഭവം ചെറുമുറ്റത്ത് വന്നിട്ട് തലനിരച്ച കാരണവന്മാരോട് ചോദിക്കും. അവർ കൃത്യമായി പറഞ്ഞു തരും. ആളുകൾ മുഴുവൻ അവിടെ ഇരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വെറുതെ നിൽക്കുക. ആ സമയം അത്രയും ആളുകൾ അത്ഭുതം കൂർന്നു. കണ്ണിയത്ത് ഉസ്താദ് എന്താണ് ഈ പറഞ്ഞത്? സംഘാടകർ മൈക്കെടുത്ത് വെച്ചു, ഇനി വല്ലതും പറയുമോ? ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അതാ മഴക്കാർ, വമ്പിച്ച മഴ. ആ സദസ്സിൽ കൂടിയ മുഴുവൻ ആളുകളും കണ്ണിയത്ത് ഉസ്താദ് അടക്കം മഴ കൊണ്ടിട്ടാണ് പുറത്തുപോയത്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ചില ആളുകളുണ്ട്, അവരൊരു വാക്ക് പറഞ്ഞാൽ പടച്ചറബ് നടത്തിക്കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ കണ്ണിയത്ത് ഉസ്താദ് മഴ പെയ്യിച്ച അനുഭവം സ്വന്തം നാട്ടിന്റെ കിലോമീറ്റർ അപ്പുറത്ത് അവനാന്റെ നാട്ടിൽ അംഗീകാരമില്ലാതെ അന്യ നാട്ടിലേക്ക് കുപ്പായമിട്ട് പോയി ദ്വാരക്കാൻ പോയതല്ല. സ്വന്തം പഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്ത നാട്ടുകാർക്ക് പച്ചയായി അറിയുന്ന മനുഷ്യനെ കൊണ്ടുവന്ന് ദുആ ചെയ്യിച്ചു. ഒരു മഴ കിട്ടാത്ത ബുദ്ധിമുട്ടുന്ന സമയത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ദ്വാരക്കിപ്പിക്കൊണ്ടതിന്റെ വില മനസ്സിലാവൂലേ? അദ്ദേഹത്തെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ചു, മഴ കിട്ടി. ഈ രീതിയിൽ പടച്ചറബ്ബിൽ മുസ്തജാബ് ദഅവയായ ഒരു മനുഷ്യൻ 93-ൽ മരിച്ചു പോകുമ്പോ 89-ൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കി കേസ് കൊടുത്തിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞവർ, ഇപ്പോൾ മദ്രസ തീവ്രവാദമാണെന്ന് പറഞ്ഞവർ, സത്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ വൃത്തികെട്ടവരാണെന്ന് പറയാൻ ഈ സമൂഹം അടിക്കേണ്ട കാര്യമില്ല. അവർ ഈ സമൂഹത്തെ ദ്രോഹിച്ച ചരിത്രമേ ഉള്ളൂ. ഈ സമൂഹത്തെ ദ്രോഹിക്കുന്ന പ്രവർത്തനം മാത്രമേ ചെയ്തുള്ളൂ. മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം കളഞ്ഞു കുളിച്ചവരാണ് അവർ. നോക്കൂ നിങ്ങൾ, ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത പഠിക്കണം നമ്മൾ. നിങ്ങൾക്ക് സുപരിചിതനായ കാസർഗോഡ് ഖാദി ബാ മുസ്ലിയാർ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരുക്ക ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ സംസാരിച്ചിരുന്നു പോലും ഒരു തൂവാല മറന്നു വെച്ചു. കേവലം ഒരു ടവൽ. ആ ടവല് മറന്നു വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പോയി. അദ്ദേഹം അത് വിട്ടു. കണ്ണിയത്ത് ഉസ്താദ് ആ ടവൽ എടുത്തിട്ട് തന്റെ വീട്ടിന്റെ അയലിൽ കെട്ടിവെച്ചു. എല്ലാവരോടും പറഞ്ഞു, ഈ ടവൽ ബാബുസ്ലിയാരുടെ തിരിച്ചു കൊടുക്കണം, ഇത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അതവിടെ ഭദ്രമായി വെച്ചു. എല്ലാവരോടും വിവരം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമോ ആരും ബാബുസ്ലിയാരുടെ അടുത്തേക്ക് പോകുന്നവരെ കിട്ടിയില്ല. പരിശുദ്ധ റമദാൻ വന്നു. അദ്ദേഹം പള്ളിയിൽ ആ ബാബുസ്ലിയാർ അദ്ദേഹത്തെ തേടി ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു. ഒരാവശ്യത്തിന് വേണ്ടി വരികയും അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബാബുസ്ലിയാർ ഉസ്താദിനെ കണ്ടപ്പോൾ ഉസ്താദ് എന്തോ വല്ലാത്തൊരു സന്തോഷം കണ്ടപ്പോൾ ഉസ്താദ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടതിൽ സന്തോഷിക്കുന്നു. കാരണം എന്റെ വീട്ടിൽ ടവലുണ്ട്, നിങ്ങൾ മറന്നു വെച്ചത് അമാനത്താണ്. അത് ഓർത്തു എന്ന് മാത്രമല്ല, തിരിച്ചു കൊടുക്കാനുള്ള ഭദ്രത മാത്രമല്ല, ബാമുസ്ലിയാരെ പോകുന്നതിന് വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പിന്നെ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു നോക്കി. കണ്ണിയത്ത് സമ്മതിച്ചില്ല. നിങ്ങൾ എന്തിനു വന്നതാണെങ്കിലും ആദ്യം അമാനത്ത് തിരിച്ചു തരട്ടെ, എന്നിട്ട് ബാക്കി അവിടെ നിർത്തിയിട്ട് അദ്ദേഹം പള്ളിയിൽ നിറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ബാമുസ്ലിയാരും കൂടെയുള്ള കുട്ടികളും ഈ വിവരം അറിഞ്ഞിട്ട് കുട്ടികൾ ഓടിപ്പോയി ഇത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ടവലിന്റെ വിഷയത്തിൽ പോലും ഒരു സൂക്ഷ്മത കാണിച്ച ഒരു മനുഷ്യനെ നോക്ക് നിങ്ങൾ. ഞാൻ സാന്ദർഭികമായി പറയുന്ന ഈ പ്രസംഗത്തിന്റെ അന്ത്യത്തിൽ നമ്മുടെ ഉസ്താദുമാർ റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഒരു ഹദീസ് മൗലിദ് ഓതാൻ ആഗ്രഹിക്കുന്നത് വലിയൊരു ബർക്കത്ത. നമ്മുടെ സമ്മേളനത്തിനും നമുക്കും എല്ലാവരും ആ ഹദീസ് ഓതി ആ മൗലിദിൽ പങ്കെടുത്തിട്ടേ പോകാവൂ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 1926 മെമ്പറായി
1967 പ്രസിഡന്റായി ഈ സമൂഹത്തിന് സേവനം ചെയ്ത കണ്യത്ത് ഉസ്താദ് 89 22 വർഷം പ്രസിഡന്റായ പാരമ്പര്യമാണ്. 989 കണ്യത്ത് ഉസ്താദിന് 22 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. സമത്വ പ്രസിഡന്റ് സ്ഥാനത്ത് 63 കൊല്ലം സമത്വക്ക് സേവനം ചെയ്ത പാരമ്പര്യമുണ്ട്. 63 കൊല്ലം മെമ്പറും 22 കൊല്ലം പ്രസിഡന്റുമായ കണ്യത്തിന് 89 തള്ളിയിട്ട് സമത്വയുടെ തലപ്പത്ത് ഇരുത്തിയതാരയ കണ്യത്ത് മുഷാവറിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ഒരാളെ, ആളെ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ആളെ കുറ്റം പറയുന്നില്ല. പക്ഷേ 30 കൊല്ലം കണ്യത്ത് മുഷാവറിൽ മെമ്പറായ ശേഷം വന്ന ഒരാൾ കണ്ണിയത്തിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രസിഡന്റായി കൊണ്ടുവരുന്നു 89. എന്തിന്? ഈ സമൂഹത്തോടാണ് മറുപടി പറയേണ്ടത്. ഈ സമൂഹത്തോട് മറുപടി പറയണം. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുല്ലമ, ആ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതം, പ്രവർത്തനം ഞാൻ ഓർത്തു പോകുന്നു. ബാ മുസ്ലിയാരെ തന്നെ, ബാ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ശംസുല്ലമയെ കുറിച്ച് പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിന്റെ സ്മരണിയിൽ എഴുതി വെച്ചൊരു വാചകം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ശംസുല്ലമ ഇവിടെയൊക്കെ ഓടി നടന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. നിരോൽപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്, ചേളാരിക്കടുത്ത നിരോൽപ്പലത്ത് ബഹുമാനപ്പെട്ടവർ മുജാഹിദിനെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഖണ്ഡന പ്രസംഗം മനോഹരമായി നിർവഹിച്ചു. അതുപോലെ ജമാഅത്തുകാർക്കും അതിനും എല്ലാവർക്കും മറുപടി കൊടുത്തു. മറുപടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു പെട്രോൾ മാക്സ് കത്തിച്ചുകൊണ്ട് വയൽ വരമ്പത്ത് കൂടെ കൊണ്ടുപോകുമ്പോൾ ഓർക്കണം, നിങ്ങൾ ബാ മുസ്ലിയാർ എഴുതുന്നു, ആ ചേളാരി പ്രദേശത്തെ ആളുകൾ ഇന്നും ഓർക്കുന്നു, വയൽ വരമ്പത്ത് കൂടെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോ വാഴക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കത്തിയുമായി ചാടി, വാഴക്കൂട്ടത്തിൽ നിന്ന് കത്തിയെടുത്ത് ചാടി, വാഴക്കൂട്ടത്തിൽ നിന്ന് കത്തിയെടുത്ത് ചാടിയിട്ട് ആ കത്തിയുമായി ഓടി വന്നപ്പോൾ അവിടെയുള്ള 2 പൗരപ്രമുഖർ തടുത്തു. ഒന്ന് ബഹുമാനപ്പെട്ട കോടിത്തൊടിക ബീരാൻകുട്ടി ഹാജി, കെട്ടുകഥയല്ല പറയുന്നത്, കൃത്യമായ കഥ. കൗങ്ങുന്നടി ബീരാൻകുട്ടി ഹാജി രണ്ടുപേരും തടുത്തു. ഒരാൾ ടോർച്ച് കൊണ്ട് ഇയാൾ അടിച്ചു വീഴ്ത്തിയാൽ പിന്നെ എഴുന്നേറ്റോടി ശംസുൽ പറഞ്ഞു, ജാഹിലല്ലേ, പിടികൂടണ്ട. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേട്ടു അവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ ശംസുലമയെ കത്തിയെടുത്ത് കുത്താൻ ചാടിയ ആളായിരുന്നു തൂങ്ങി മരിച്ചത്. ബാ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സ്മരണിയിൽ എഴുതിയ സംഭവം വായിച്ചു നോക്ക് നിങ്ങൾ. ഈ കറാമത്തിന്റെ ഉടമകളാണ് സമസ്ത കേരള ജംഇയ്യത്തിന്റെ മഹാനായകന്മാർ. ആ മഹാനായകന്മാർക്ക് പിന്നിലേ നമ്മൾ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നായകന്മാരെ തള്ളിക്കൊണ്ട് സമൂഹത്തിന് പുറത്തുപോയ ആളുകൾ, എന്നെ കേട്ടു നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. ഇവർ ഈ ഉമ്മത്തിനുണ്ടാക്കിയ തലവേദന എത്രയാണ്? ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ ഈ സമൂഹത്തിന് വല്ല പണിയുമുണ്ടാക്കിയോ? ഈ സമൂഹത്തിൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടാക്കിയോ? എന്തെങ്കിലും അഴിമതിയോ പ്രവർത്തനങ്ങളോ അവർ ചെയ്തോ? ഈ വിഭാഗം ചെയ്ത പ്രവർത്തനം ഒന്ന്, ഇസ്ലാമിക ശരീഅത്ത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഇവർ നമ്മളെ കൂടെ ഉണ്ടായോ? ശംസുലമ എല്ലാവരെയും ഒരുമിച്ച് തെറ്റാണെന്ന് പറഞ്ഞില്ലേ? മുസ്ലിം സമൂഹത്തിന് എതിർ പ്രവർത്തിച്ചു. 2, ബാബരി പള്ളി പ്രശ്നം വന്നപ്പോ പാലപ്പറ്റ പള്ളിയാണ് ഞങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വിവാദമുണ്ടാക്കിയില്ലേ? മതസ്ഥാപന ദുരുപയോഗ ബില്ല് വന്നപ്പോ ആ മതസ്ഥാപന ദുരുപയോഗ ബില്ല് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് ബൂട്ടാ സിംഗിന്റെ ബില്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ? പള്ളിയിൽ ഒരാൾ പ്രസംഗിച്ചാൽ പോലും അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ടായിരുന്നു. കുവൈത്തിൽ പോയി കരാർ ഒപ്പിട്ടപ്പോൾ അത് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞോ? ഈ സമൂഹത്തിൽ കാദിമാർ നേരത്തെ ഈ സമൂഹം സ്ഥാപിച്ചിട്ടുണ്ട്. അഹ്ലുൽ ഹല്ലി വല്ലക്ക് എടുക്കേണ്ട ഏർപ്പാട് സംഘടനാ ഓഫീസിൽ നിന്നുകൊണ്ട് കാദിമാരെ നിയമിച്ചില്ലേ? മാസപ്പിറവി കൊണ്ടുവന്നിട്ട് സമൂഹത്തെ ഭിന്നിപ്പിച്ചില്ലേ? റസ്മുൽ ഉസ്മാനി പ്രശ്നം കൊണ്ടുവന്നിട്ട് ഈ സമൂഹത്തെ തമ്മിൽ തല്ലിച്ച് മുസ്ലിം ചുട്ടുകരിക്കണമെന്ന് പ്രസംഗിച്ചില്ലേ? ബഹുമാനപ്പെട്ട MT ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, തൊലാക്ക് സംവാദമുണ്ടാക്കി സമൂഹത്തിൽ പണ്ഡിതന്മാരുടെ വില കുറക്കാൻ ശ്രമിച്ചില്ലേ? തൃശ്ശേരി ഉസ്താദ് ആധികാരികമായി കൊടുത്തൊരു ഫത്വക്കെതിരെ സാധാരണക്കാരുടെ മുമ്പിൽ അത് ചർച്ചക്കിട്ടുകൊണ്ട് വാദപ്രതിവാദ കോലാഹലമുണ്ടാക്കിയില്ലേ? തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് പിൻബലം കൊടുത്തുകൊണ്ടും തോൽപ്പിച്ചുകൊണ്ടും ഒരു പുതിയ സംസ്കാരം സമസ്തയിലില്ലാത്തത് കൊണ്ടുവന്നില്ലേ? പാഠപുസ്തക വിവാദമുണ്ടാക്കി പുസ്തകം കട്ടടിച്ചുകൊണ്ടും അതുപോലെ തന്നെ മതമില്ലാത്ത ജീവൻ എന്നൊരു പ്രശ്നം കേരളത്തിൽ വന്നപ്പോ എല്ലാവരും ഒന്നിച്ചപ്പോൾ ഞങ്ങൾ അതില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്നില്ലേ? CBI അന്വേഷണം വരെ നേരിട്ടില്ലേ ഇയാൾ? സമസ്ത കേരള ജംഇയ്യത്തിന്റെ നേതാക്കളിൽ ആരിലെങ്കിലും ഇങ്ങനെ ഒരു അവിശുദ്ധത നിങ്ങൾ കണ്ടോ? തറാവീഹ് കെട്ട് നിസ്കരിച്ചതും സ്ത്രീകൾക്ക് ഹുതുബ ഓതി കൊടുത്തതും വേറെ. ഇപ്പൊ മുസ്ലിം ജമാഅത്തുമായി സമൂഹത്തെ സംബന്ധിച്ചിരിക്കുന്നു. കേസുകൾ സമസ്തക്കെതിരെ ധാരാളം കൊടുത്തു. മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്നിപ്പോൾ പറഞ്ഞു. 27ഓളം കേസുകൾ സമസ്തക്കെതിരെ കൊടുത്തു. 1-2 കേസല്ലാത്ത ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് നീണ്ടുപോകുന്നു എന്ന് മാത്രം. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ഇവർ കൊടുത്ത സകല കേസുകളെയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിയമപരമായി നേരിട്ട് വിജയിച്ച ചരിത്രമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണെന്ന് പറയണം നമ്മൾ. പടച്ച റബ്ബിന്റെ തൗഫീഖ് എപ്പോഴും സമസ്തക്കൊപ്പമുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ സംഭവം മാത്രം, അതാണ് നമുക്ക് കരുത്ത് പകരുന്നത്. ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞ സംഭവം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ നേരെ കേട്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്മരണികൾ ഇതിന്റെ സൂചനയുമുണ്ട്. ബഹുമാനപ്പെട്ടവർ സമത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഒരു ഗുരുനാഥൻ അഖില കേരള ജംഇയ്യത്ത് ഉലമയിലേക്ക് പോയി. അഖില കേരള ജംഇയ്യത്ത് ഉലമയിലേക്ക് ഗുരുനാഥൻ പോയപ്പോൾ ആ ഗുരുനാഥൻ ഇദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്.
ആ അഖിലയിൽ പ്രവർത്തിക്കണം. ഗുരുനാഥൻ അഖിലയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു. ഉസ്താദാണെങ്കിൽ സമത്തൊക്കെ വേണ്ടി ഖിദ്മത്ത് ചെയ്തൊരു മനുഷ്യൻ, സമത്തൊക്കെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ അഖിലയിൽ പോകും? എന്നാൽ ഉസ്താദിന്റെ നിർദ്ദേശം എങ്ങനെ അവഗണിക്കും? രണ്ടിന്റെയും മധ്യത്തിൽ അദ്ദേഹം വിഷമിച്ചു. പ്രവർത്തകരെ മനസ്സിലാക്കണം, അതും സമത്ത ഇതും സമത്ത എന്ന് പറഞ്ഞൊരു കൂട്ടർ വരുമ്പോ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിഷ്പക്ഷരായ ആളുകൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈദ്രോസുസിനെ ശങ്കിച്ചു, എന്തു ചെയ്യണം? അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു, ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിനോട് മുഷാവറ ചെയ്യാം. ചാപ്പനങ്ങാടി ഉസ്താദിനോട് മുഷാവറ ചെയ്യാമെന്ന് തീരുമാനിച്ച് ചാപ്പനങ്ങാടി ഉസ്താദിനെ കാണാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പാലപ്പുറപ്പള്ളിയിൽ റൂം അടച്ചുകൊണ്ട് ഖൽവത്തിലിരിക്കുന്ന സമയമാണ്. വാതിലടച്ചുള്ളിലിരിക്കും, അത്യാവശ്യത്തിന് പുറത്തിറങ്ങും, ആരോടും സംസാരിക്കില്ല. എന്തു ചെയ്യും? ഹൈദ്രോസുസിയാർ വളരെ സങ്കടപ്പെട്ടു, എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അദ്ദേഹം നിൽക്കുന്ന സന്ദർഭത്തിൽ രണ്ടും കൽപ്പിച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഉസ്താദിനെ ധിക്കരിച്ച് സമത്തിൽ നിൽക്കണോ? സമത്ത ഇക്കാലവും ചെയ്ത സേവനം ഒഴിവാക്കിയിട്ട് ഞാൻ അഖിലയിൽ പോകണോ? അദ്ദേഹം നേരെ കയറി ചെന്ന് പാലപ്പുറപ്പള്ളിയിലേക്ക് നേരെ കയറി ചെന്നപ്പോൾ രാത്രി വിളിച്ചു പറഞ്ഞിട്ട് വരുന്നത് പോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് വാതിൽ തുറന്നു വെച്ച് കാത്തിരിക്കുന്നു. അത്ഭുതം! ഖൽവത്തിലിരിക്കുന്ന ആരോടും സംസാരിക്കാത്ത മനുഷ്യൻ കാത്തിരിക്കുന്നു. നേരെ അങ്ങ് കയറി ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കി. ഒന്നും ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞില്ലത്രേ, ഒന്നും പറഞ്ഞില്ല. എന്നെ കേട്ട് നിൽക്കുന്ന ഈ പുരുഷാരം മനസ്സിലാക്കണം നമ്മുടെ സംഘടനയുടെ കരുത്ത്. അള്ളാഹുവിന്റെ വലിയും ആരിഫുമായിരുന്ന ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ ഹൈദ്രോസ് ഉസ്ലിയാരെ സലാം മടക്കിയിട്ട് വേറൊന്നും ചോദിക്കാതെ, ഹൈദ്രോസ് ഉസ്ലിയാർ ഒന്നും പറയാതെ മനസ്സിലുള്ളത് വായിച്ചെടുത്തുകൊണ്ട് പറഞ്ഞുവത്രേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരുണ്ടാക്കിയതാ. ആ മഹാന്മാരുണ്ടാക്കിയ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം, ബാക്കിയുള്ളതൊക്കെ അങ്ങ് പോയിക്കോളും. അഖില പോയി. ഹൈദ്രോസ് ഉസ്താദ് ഉറച്ചു നിന്നു. അദ്ദേഹം കോട്ടമല ഉസ്താദിന്റെയും അതുപോലെ തന്നെ എം ബഷീർ മുസ്ലിയാരുടെയും നമ്മുടെ പൂർവ്വഗാമികളുടെയും ഒക്കെ കൂടെ ഉറച്ചു നിന്നു. അങ്ങനെ വളർന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തകനായി SYSന്റെ സെക്രട്ടറി അദ്ദേഹം മുന്നോട്ട് പോയി. നമ്മൾ കണ്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹം ഉണ്ടാക്കി വെച്ച, അദ്ദേഹം സേവനം ചെയ്ത സ്ഥാപനം, അദ്ദേഹം എം ബഷീർ മുസ്ലിയാരും ഒക്കെ കുട്ടികളെ വിളിച്ചുകൊണ്ട് വളർത്തിയ സ്ഥാപനം ഇന്ന് നോക്ക്, ലോകതലത്തിൽ നമുക്ക് അഭിമാനമായി നമ്മുടെ സമൂഹത്തിൽ വിജ്ഞാനത്തിന്റെ ഉയർന്ന മേഖലയിലെത്തി. ദീനിയായ പഠനം ഒരു ഭാഗത്ത് കൊടുക്കുമ്പോഴും ഭൗതിക പഠനം മറുഭാഗത്ത് കൊടുത്തുകൊണ്ട് ഇന്റർനെറ്റിൽ പരിശോധിച്ചുകൊണ്ട് ഡിക്ഷണറി വരെ തിരുത്തിയിട്ട് ലോകത്ത് ഉന്നതമായ വിദ്യാരംഗത്ത് അലങ്കൃതമായൊരവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ മാത്രം കുട്ടികൾ സാധിച്ചു. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയെ തിരുത്താൻ സമത്വയുടെ മക്കൾക്ക് സാധിച്ചുവെങ്കിൽ ചരിത്രം സമത്വയ്ക്ക് നൽകിയ നേട്ടമാണെന്ന് പറയാൻ എന്റെ ഈ സമൂഹത്തിന് മടി. മതരംഗത്ത് റുസൂഖുള്ള പണ്ഡിതന്മാരെ ശ്രദ്ധിച്ചു, ഭൗതിക രംഗത്തും മതരംഗത്തും ഒരുപോലെ ഉയർന്നു നിൽക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സേവനം. ഈ സേവനത്തെ തമസ്കരിക്കാൻ ഒരാൾക്കും കഴിയില്ല. മതവിദ്യാരംഗത്തും ഭൗതിക രംഗത്തും ഒന്നും വേണ്ട. ഈ വേദിയിലേക്ക് നോക്കൂ, കേരളത്തിൽ ഏത് മതസംഘടന നടത്തിയാലാ ഈ വിധത്തിലുള്ള വേഷവിധാനത്തിലുള്ള ഒരച്ചടക്കമുള്ള സ്റ്റേജ് കിട്ടുക? സമത്തിൽ നിന്ന് മാറിയുന്നവർ ഈ സമൂഹത്തിൽ സംഘടിക്കുമ്പോൾ വേഷത്തിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷേ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ കരുത്ത് ഈ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പിൻബലത്തിലാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കണമെന്നാണ് ഉസ്താദുമാർ പറയുന്നത്. പെർമിഷന്റെ സമയത്തിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഇവിടെ മൗലിദും ഒരു കൂട്ടുപ്രാർത്ഥന നടക്കാൻ പോകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമ്മേളനം വൻ വിജയമാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.